സംവിധായകൻ പ്രസന്ന വിത്തനാക്കെ നമുക്ക് തരുന്നൊരു മികച്ച ദൃശ്യാനുഭവം. പാരഡൈസ് മൂവിയെക്കുറിച്ച് ഇങ്ങനെ അടയാളപ്പെടുത്താനാണ് എനിക്കിഷ്ടം. മികച്ച കഥ, മികച്ച തിരക്കഥ, മികച്ച സംവിധാനം, മികച്ച ചിത്ര സംയോജനം, മികച്ച ഛായാഗ്രഹണം, മികച്ച കലാ സംവിധാനം, മികച്ച പശ്ചാത്തല സംഗീതം, മികച്ച അഭിനയം തുടങ്ങി ഓരോ മേഖല എടുത്തു കഴിഞ്ഞാലും എല്ലാം ഒന്നിനോടൊന്ന് മികച്ചതെന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു സിനിമ കൂടിയാണ് പാരഡൈസ്. ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയിരിക്കുന്നത് റോഷൻ മാത്യു, ദർശന രാജേന്ദ്രൻ. രണ്ടുപേരും ചെയ്യുന്ന കഥാപാത്രങ്ങളിലൂടെ അവരുടെ ജീവിതത്തിലൂടെയാണ് കഥ വികസിക്കുന്നതൊക്കെ. ഒരു സ്ലോ ബേൺ മൂവി കൂടിയാണിത്. വളരെ പതിഞ്ഞ താളത്തിൽ കഥ പറഞ്ഞു തുടങ്ങി പതിയെ പതിയെ അതിന്റെ വൈകാരിക പരിസരങ്ങളിലേക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ പരിസരങ്ങളിലേക്കൊക്കെ കടന്നു കയറി പതുക്കെ അതിന്റെ തീവ്രതയിലേക്ക് എത്തി പിന്നീട് അത് കത്തിപ്പടരുന്ന ഒരു കാഴ്ചയില്ലേ, അതൊക്കെ കാണാൻ പറ്റുന്ന സിനിമയാണിത്. സിനിമ പേഴ്സണലി എനിക്ക് വളരെയധികം ഇഷ്ടമായിട്ടുണ്ട്. പറയുന്ന പൊളിറ്റിക്സിനോട് അങ്ങേയറ്റം നീതി പുലർത്തിയ സിനിമ കൂടിയാണ് പാരഡൈസ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. 2022 കാലഘട്ടത്തിൽ ശ്രീലങ്കയിലെ കലാപവുമായി ബന്ധപ്പെട്ട് ആ ഒരു പരിസരം അതൊക്കെ ബന്ധപ്പെട്ടിട്ടാണ് സിനിമ മുൻപോട്ട് പോകുന്നത്. സിനിമയിലെ കേന്ദ്ര കഥാപാത്രങ്ങളായ അമൃത എന്ന് വിളിക്കുന്ന അമ്മുവിന്റെ ഭർത്താവായിട്ടുള്ള കേശവ്, രണ്ടുപേരും ചേർന്നിട്ട് 5ാം വിവാഹ വാർഷികവുമായി ബന്ധപ്പെട്ട് വിവാഹ വാർഷിക ആഘോഷവുമായി ബന്ധപ്പെട്ട് ശ്രീലങ്കയിലേക്ക് പോവുകയാണ്. അവിടെ വെച്ച് അവരുടെ ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് സിനിമ കാണിക്കുന്നത്. പക്ഷെ അത് വെറുതെ സംഭവിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളല്ല. വളരെ സ്നേഹത്തോടു കൂടി ജീവിക്കുന്ന അത്രയധികം അടുപ്പമുള്ള മാനസിക അടുപ്പമുള്ള 2 ദമ്പതികൾ അത്തരമൊരു കലാപഭൂമിയിലേക്ക് എത്തുകയും പതിയെ അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ രണ്ടുപേരുടെയും ജീവിതത്തിൽ പ്രത്യക്ഷമായിട്ടല്ലെങ്കിലും പരോക്ഷമായിട്ട് ബാധിക്കുന്നതും അവരുടെ ബന്ധത്തിനിടയിലേക്ക് ഒരു വലിയ ഗ്യാപ്പ് വരുന്നതും പതിയെ പതിയെ രണ്ടുപേരും അമ്മുവും കേശവും രണ്ടുപേരും 2 ജനവിഭാഗത്തിന്റെ പ്രതിനിധികളായി മാറുന്നതുമൊക്കെയാണ് സിനിമ പറയുന്നത്. വളരെ ശക്തമായിട്ടുള്ള രാഷ്ട്രീയമാണ് ഈ സിനിമ പറയുന്നത്. സിനിമ വിതരണത്തിന് എത്തിച്ചിരിക്കുന്നത് മണിരത്നത്തിന്റെ തന്നെ മദ്രാസ് ടോക്കീസ് ആണ്. നമുക്കറിയാം, മണിരത്നം സംവിധാനം ചെയ്തിട്ടുള്ള കന്നത്തിൽ മുത്തമിട്ടാൽ അല്ലെങ്കിൽ രാവണ പോലുള്ള സിനിമകളൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാൻ പറ്റുന്ന കാര്യമാണ് ശ്രീലങ്കയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ അദ്ദേഹത്തിന്റെ കൃത്യമായ നിലപാടുകളും രാഷ്ട്രീയങ്ങളും പറഞ്ഞു വെച്ചിട്ടുണ്ടെന്നത്. അപ്പം തീർച്ചയായിട്ടും അദ്ദേഹം വിതരണത്തിന് എത്തിച്ച ഈ സിനിമയിലും അത്തരത്തിലുള്ള പല കാര്യങ്ങളും കാണാൻ പറ്റും. പ്രത്യക്ഷമായിട്ട് അല്ലെങ്കിൽ പരോക്ഷമായിട്ടാണെങ്കിൽ പോലും പല സംഭവങ്ങളും അദ്ദേഹത്തിന്റെ അത്തരം സിനിമകൾ ഓർമ്മിപ്പിക്കുന്ന കാര്യങ്ങൾ ഈ സിനിമയ്ക്കകത്ത് കിടപ്പുണ്ട്. സിനിമയ്ക്കകത്ത് 2 ജനവിഭാഗങ്ങളുടെ പ്രതീകങ്ങളായിട്ടാണ് അമ്മുവും കേശവും വരുന്നത്. അമ്മു ഇരകളുടെ പ്രതീകമാണെങ്കിൽ അപ്പുറത്ത് വേട്ടക്കാരായിട്ടുള്ള ആളുകളുടെ പ്രതീകമായിട്ടാണ് കേശവനെ കാണിക്കുന്നത്. സിനിമ തുടങ്ങുന്ന സമയത്ത് തന്നെ വളരെ വളരെ ലളിതമായ രീതിയിൽ 2 പേരുടെ സ്വഭാവ സവിശേഷത കാണിക്കുന്നുണ്ട്. അമ്മു എന്ന് പറയുന്ന കഥാപാത്രം വളരെ ദയുള്ള, സഹാനുഭൂതിയുള്ള, കരുണയുള്ള ഒരു കഥാപാത്രമാണ്. എന്നാൽ ഭർത്താവായിട്ടുള്ള കേശവ് എന്ന് പറയുന്ന കഥാപാത്രം, ആ കഥാപാത്രത്തിന് പ്രത്യേകിച്ച് ആരോട് ദയവില്ല, സഹാനുഭൂതി എന്ന് പറയുന്ന സാധനമില്ല, ഒട്ടും എമ്പതറ്റിക് അല്ല എന്നുള്ളതാണ് 2 പേരുടെയും പ്രത്യേകത. ഇത്തരത്തിൽ 2 സ്വഭാവ സവിശേഷതകളുള്ള 2 വ്യക്തികൾ അവരൊരു കലാപഭൂമിയിലേക്ക് എത്തുമ്പോൾ അവിടുത്തെ കഥാപരിസരവുമായിട്ട് കൂടിച്ചേരേണ്ട സാഹചര്യത്തിൽ ഒരാൾ തീർച്ചയായിട്ടും ദയവ് കാണിക്കേണ്ട ആരാണോ അവർക്കിടയിലേക്ക് പോകും. ദയവില്ലാത്ത വ്യക്തി തീർച്ചയായിട്ടും വേട്ടക്കാരുടെ കൂട്ടത്തിലേക്ക് മാറും. അതുപോലെ തന്നെയാണ് സിനിമയ്ക്കകത്തും കാണിച്ചിരിക്കുന്നത്. അതുപോലെ അമൃതയുടെ പോയിന്റ് ഓഫ് വ്യൂയിലാണ് സിനിമ മൊത്തത്തിൽ സഞ്ചരിക്കുന്നത്. അമൃതയിലൂടെയാണ് കഥ പറയാൻ ശ്രമിക്കുന്നത്. കേശവ് എന്ന് പറയുന്ന കഥാപാത്രം കലാപത്തിന്റെയും ജനങ്ങളെ അടിച്ചമർത്തുന്ന വിഭാഗങ്ങളുടെയും പ്രതീകമായി മാറുമ്പോൾ അമ്മു എന്ന് പറയുന്ന കഥാപാത്രം അടിച്ചമർത്തപ്പെടുന്ന ജനങ്ങളുടെ ഒരു പ്രതീകമായിട്ടാണ് മാറുന്നത്. തീർച്ചയായിട്ടും ലങ്ക എന്ന് പറയുന്നത് രാമായണത്തിന്റെ ഒരു നാട് കൂടിയാണ്. അതുകൊണ്ട് തന്നെ സിനിമ തുടങ്ങുമ്പോൾ തന്നെ രാമായണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, അതുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ സിനിമയ്ക്കകത്ത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ചോദ്യം ഉണ്ടായിരുന്നു. സീതയെ കുറിച്ച് ഒരാൾ അമ്മുവിനോട് പറഞ്ഞ ഡയലോഗാണ്, സീത രാമൻ രക്ഷിക്കാൻ വരുമോ എന്ന് ഓർത്ത് കരഞ്ഞ് കാത്തിരുന്നു എന്ന്. ആ സമയത്ത് അമ്മ ചോദിക്കുന്ന ചോദ്യമാണ്, അങ്ങനെ ഒരു സ്ത്രീ കാത്തിരിക്കുമോ, ആരെങ്കിലും ഒരാൾ രക്ഷിക്കാൻ വരുമെന്നും പ്രതീക്ഷിച്ച് അങ്ങനെ കരഞ്ഞ് കാത്തിരിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അതൊക്കെ വളരെയധികം ചിന്തിപ്പിക്കുന്ന രീതിയിലുള്ള ചോദ്യമായിട്ടാണ് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ രാമൻ, രാവണൻ, രാമായണം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും പുനർവ്യാഖ്യാനം ചെയ്യുന്ന കുറേയധികം രംഗങ്ങൾ ഈ സിനിമയ്ക്കകത്തുണ്ട്. അതൊക്കെ പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ട കാര്യമാണ്. രാമായണത്തിന്റെ 300 വകഭേദങ്ങളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ജൈന മതത്തിലെ രാമായണത്തെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അതിൽ തന്നെ സീത എന്ന് പറയുന്ന കഥാപാത്രം എത്രത്തോളം ശക്തിയാണെന്നും കരുത്തിയാണെന്നും പറയുന്നുണ്ട്. ഇങ്ങനെ കുറേയധികം കാര്യങ്ങൾ ഈ സിനിമ പറഞ്ഞു പോകുന്നു. അതുപോലെ തന്നെ ഈ സിനിമയ്ക്കകത്ത് മാനിനെ വേട്ടയാടുന്ന പല രംഗങ്ങളും കാണിക്കുന്നുണ്ട്. അതൊക്കെ വളരെ പ്രതീകാത്മകമായ രീതിയിലാണ് കാണിക്കുന്നത്. വേട്ടക്കാരൻ, ഇര തുടങ്ങിയ പല അർത്ഥങ്ങളും അതിനൊക്കെ ഉണ്ട്. അങ്ങനെ ഈ സിനിമയ്ക്കകത്ത് ഓരോ രംഗങ്ങളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓരോ സംഭാഷണങ്ങൾ പോലും എടുത്തു കഴിഞ്ഞാൽ അതിനകത്തെല്ലാം വളരെ സൂക്ഷ്മമായ രീതിയിലുള്ള അർത്ഥങ്ങൾ കണ്ടെത്താൻ നമുക്ക് സാധിക്കും. ഈ സിനിമ ഒരു സ്ലോ ബേൺ മൂവി ആയതുകൊണ്ട് തന്നെ സാധാരണ സ്ലോ ബേൺ മൂവികളെ പോലെ തന്നെ സ്റ്റാറ്റിക് ആയിട്ടുള്ള ഷോട്ടും അല്ലെങ്കിൽ ക്ലോസ് ആയിട്ടുള്ളതും വൈഡ് ആയിട്ടുള്ളതും ലോങ് ആയിട്ടുള്ള ഷോട്ടൊക്കെ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അത്തരം മേക്കിങ്ങിലൊന്നും പുതുമ കൊണ്ടുവന്നിട്ടില്ലെങ്കിലും ഇതിന്റെ പ്രമേയം കൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ ഒരു നെറേറ്റ് ചെയ്തിരിക്കുന്ന രീതി കൊണ്ടും അഭിനയം കൊണ്ട് തന്നെയാണ് സിനിമ വളരെയധികം ഭംഗിയുള്ളതും വളരെയധികം ശക്തമായി തീരുന്നത്. പിന്നെ സിനിമയിലെ സംഭാഷണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മലയാളം, സിംഹള, ഇംഗ്ലീഷ് ഈ 3 ഭാഷകളിലാണ് സിനിമയിലെ
സംഭാഷണം പറഞ്ഞിരിക്കുന്നത്. അഭിനയത്തിന്റെ കാര്യത്തിൽ എല്ലാവരും ഒന്നിനോടൊന്ന് മികച്ച അഭിനയമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. പിന്നെ ശ്യാം ഫെർണാണ്ടോ, മഹേന്ദ്ര പെരേര, 2 ആർട്ടിസ്റ്റുകൾ ഈ സിനിമയ്ക്കകത്ത് അഭിനയിച്ചിട്ടുണ്ട്. മഹേന്ദ്ര പെരേര അവിടെ ശ്രീലങ്കൻ അഭിനേതാവ് കൂടിയാണ്. ഗംഭീരമായ അഭിനയമാണ് രണ്ടുപേരും കാഴ്ചവെച്ചിരിക്കുന്നത്. അതിൽ തന്നെ പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ടതാണ് മഹേന്ദ്ര പെരേര എന്ന് പറയുന്ന ഒരു കഥാപാത്രം. തുടക്കത്തിൽ വളരെ നിസ്സഹായനാണെന്ന് വിശ്വസിപ്പിക്കുകയും പിന്നെ ക്രൂരനായി മാറുകയും ചെയ്യുന്ന ഒരു കഥാപാത്രം. പുള്ളി അഭിനയം കൊണ്ട് നമ്മളെ അതിശയിപ്പിക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതുപോലെ ദർശനയുടെ പെർഫോമൻസിനെ കുറിച്ച് പ്രത്യേകം എടുത്തു പറയണം. വളരെ ഭംഗിയോടുകൂടി അവരൊരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. ഛായാഗ്രഹണം ചെയ്തിരിക്കുന്ന രാജീവ് രവിയാണ്. പുള്ളിയുടെ ഒരു ഛായാഗ്രഹണത്തെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ടൊന്നും പറഞ്ഞ് അറിയിക്കേണ്ട കാര്യമില്ലെന്നറിയാം. അത്ര ഭംഗിയായിട്ട് പുള്ളി കഥയ്ക്കനുസരിച്ച്, കഥയുടെ ഒരു പശ്ചാത്തലത്തിനനുസരിച്ച്, കഥാഭൂമികയ്ക്കനുസരിച്ച് നല്ല രീതിയിൽ പുള്ളിയുടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ശ്രീകർ പ്രസാദ് ആണ് ചിത്രത്തിന്റെ എഡിറ്ററായി വർക്ക് ചെയ്തിരിക്കുന്നത്. കഥയുടെ ഒരു ജോണർ മനസ്സിലാക്കിക്കൊണ്ട് ആ കഥയ്ക്ക് ആവശ്യമായ രീതിയിൽ അതിന്റെ ഒരു ഒഴുക്കിന് തടസ്സപ്പെടുത്താത്ത രീതിയിൽ പുള്ളിയുടെ എഡിറ്റിംഗ് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ശ്രീലങ്കൻ വിഷയമൊക്കെ പ്രമേയമാക്കിയിട്ട് വരുന്ന സിനിമകളൊക്കെ വളരെ കുറവാണ്. അത്തരത്തിൽ ഗൗരവമുള്ള വിഷയങ്ങളൊക്കെ പറയുന്ന സിനിമകൾ അത്രയും കുറഞ്ഞൊരിടത്ത് ഈ ഒരു സിനിമ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സിനിമ പറയുന്ന ഒരു വിഷയം, ആ വിഷയത്തിന്റെ ഗൗരവം എല്ലാവർക്കും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കാണാൻ പറ്റുന്ന ഒരു മികച്ച സിനിമയാണ് പാരഡൈസ്.